ആയിരിക്കട്ടെ. വളരെ ബഹുമാനപ്പെട്ട നെടുമുറിയിൽ ഗീവരീസ് അച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ ഇടവകയിൽ നിന്ന് ഒരു പുതിയ സംരംഭത്തിലേക്ക് നാം ആരംഭിക്കുകയാണ്. പരിശുദ്ധ സഭയുടെ വിശ്വാസവും ആരാധനകളെയും സംബന്ധിച്ച് നമ്മുടെ ആളുകൾക്കൊരു അവബോധമുണ്ടാകുവാൻ തക്കവണ്ണം ചില ആഴ്ചകളിലായിട്ട് ഇത് പ്രസിദ്ധീകരിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരാലോചനയിൽ കൂടി ഇന്നിത് ആരംഭിക്കുകയാണ്. നമ്മുടെ ഇടവകയിലെ എല്ലാ ആളുകളും ഈ സംരംഭത്തിൽ പങ്കാളികളാകി ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നതായ ദിവസങ്ങളിൽ ഇത് ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം എൻ്റെ ആളുകളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും വൈകുന്നേരം 8:30 മണി മുതലുള്ളതായ സമയത്ത് 20-25 മിനിറ്റ് സമയം ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം മുന്നമേ നിങ്ങളുടെ സ്നേഹത്തെ അറിയിക്കുകയാണ്. ഈ കോവിഡിൻ്റെ കാലത്ത് നമ്മുടെ ആളുകൾക്ക് ഒരുമിച്ച് ദേവാലയത്തിൽ വന്ന് കൂടുന്നതിനോ ദേവാലയത്തിൽ ഈ വിഷയങ്ങളെല്ലാം പറയുന്നതിനോ നമുക്ക് സാധിക്കാതെ വന്നിരിക്കുന്ന സന്ദർഭമാണ് എന്ന് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. ഗവൺമെൻറ്റിൻ്റേതായ നിയന്ത്രണങ്ങൾ നാം പാലിക്കേണ്ടത് ആവശ്യമാണ് എന്ന് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാവുന്നതാണ്. ഓരോ ദിവസവും കോവിഡ് വ്യാപനം വളരെയധികം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നതും ആളുകൾ പുറത്തിറങ്ങാതെ ഭവനങ്ങളിൽ തന്നെ ഒതുങ്ങിക്കൂടുകയും പ്രാർത്ഥിക്കുകയും ഇതുപോലെയുള്ളതായ ടെലികാസ്റ്റുകളെ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഞായറാഴ്ചകളിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ആരാധനകളിൽ സംബന്ധിക്കുവാനായിട്ട് സാധിക്കുന്നു. അതിനാൽ ഈ സംരംഭത്തിൽ, ഈ നല്ല ഉദ്ദേശത്തിൽ എല്ലാ ആളുകളും പങ്കാളികളാകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഹോവയായ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-2 അധ്യായങ്ങളിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നു. സർവവും സൃഷ്ടിച്ചതിന് ശേഷം യഹോവയായ ദൈവം സൃഷ്ടികളെയെല്ലാം നോക്കുന്നത് അവസരത്തിൽ എല്ലാം നല്ലതെന്ന് യഹോവയായ ദൈവം മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് സന്തോഷിക്കുകയും ചെയ്യുന്ന അനുഭവം നാം ആ പുസ്തകങ്ങളിൽ വായിച്ച് മനസ്സിലാക്കുന്നു. എന്നാൽ അതിനെ തുടർന്ന് യഹോവയായ ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിക്കുന്നതും അവർക്ക് ആ ഏദന്റെ പരദീസയിൽ സന്തോഷത്തോടെ ജീവിക്കുന്നതിനും ഉള്ളതായ അനുവാദം കൊടുക്കുകയും ചില നിയന്ത്രണങ്ങൾ അവരുടെ ജീവിതത്തിൽ യഹോവയായ ദൈവം പറയുകയും ചെയ്തു. എന്നാൽ ആ നിയന്ത്രണങ്ങളും യഹോവയായ ദൈവം കൊടുത്തതായ കൽപ്പനകളും അവർ തെറ്റിക്കുകയും അതിനെ നിരാകരിക്കുകയും ചെയ്യുന്ന അനുഭവവും നാം കാണുന്നു. അതുകൊണ്ട് ആദാമും ഹവ്വായും ഈ കഷ്ടതകൾ നിറഞ്ഞതായ ഭൂമിയിലേക്ക് മാറ്റപ്പെടുന്നതായിട്ടും തുടർന്ന് അവർ വളരെ കഷ്ടതയോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കുന്നതായിട്ടും നാം കാണുന്നു. അതിനുള്ളതായ അവസരം ഉണ്ടാക്കിയത്
പിശാചിൻ്റെതായ പ്രവർത്തനങ്ങളാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. നാം ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചില നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് പാലിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് പലപ്പോഴും നാം തെറ്റിലേക്ക് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആദാമും ഹവ്വായും ഈ ലോകത്തിൽ ജീവിച്ച് അവർ മക്കളെ പ്രസവിക്കുന്നു. ആ ആദിജാതനായ കായേനും ഹാബേലും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതും ഹാബേലിനെ കൊല്ലുന്നതുമൊക്കെ നാം വേദപുസ്തകത്തിൽ കണ്ട് മനസ്സിലാക്കുന്നതാണ്. ഇതെല്ലാം ദൈവത്തെ കൂടാതെയുള്ളതായ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഹാബേലിന്റെ ആ നിര്യാണത്തിന് ശേഷം ആദാം വീണ്ടും ഹവ്വായെ പരിഗ്രഹിക്കുകയും ഹവ്വ ഗർഭം ധരിച്ച് ശേത്തിനെ പ്രസവിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ശേത്തിന്റെ കാലത്ത് ശേത്തിനൊരു മകനുണ്ടായി. അവന്റെ പേര് ഏനോശ് എന്നാണ്. ആ ഏനോശ് ഉണ്ടായ കാലത്തിലാണ് ഈ ലോകത്തിലെ ആരാധന ആരംഭിക്കുന്നതെന്ന് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ലോകത്തിലെ ആരാധന അങ്ങനെ ആരംഭിക്കുകയാണ്. ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ളതായ സംസർഗം, ദൈവവും മനുഷ്യനുമായിട്ടുള്ളതായ ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത് ആരാധന ആവശ്യമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കും. തുടർന്ന് നാം വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം ആരാധനയ്ക്കും ബലിയർപ്പണത്തിനും മാന്യമായ സ്ഥാനം കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാം രാജാക്കന്മാരെ ജയിച്ചു വരുമ്പോൾ അവൻ മൽക്കിസദേക്കിന് എല്ലാ ദശാംശവും കൊടുക്കുന്നതായിട്ട് കാണാം. മൽക്കിസദേക്ക് പുരോഹിതനാണ് എന്ന് നാം വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. മൽക്കിസദേക്കിന്റെ ജനനമോ മരണമോ നമുക്കറിയുവാൻ സാധിക്കുന്നില്ല. എന്നാൽ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും വെച്ച് യഹോവയായ ദൈവത്തിനെ ബലിയർപ്പിച്ചിരുന്നു എന്ന് നാം വായിച്ച് മനസ്സിലാക്കുന്നു. ഇതുപോലെ ആ കാലഘട്ടം മുതൽ ആരാധനകൾ ആരംഭിച്ചു. പഴയ നിയമ ചരിത്രം പരിശോധിക്കുമ്പോൾ യഹോവയായ ദൈവം മോശയ്ക്ക് സീനായി മലയിൽ വെച്ച് കൽപ്പനകൾ കൊടുക്കുന്നുണ്ട്. ആ കൽപ്പനകൾ അവന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും തക്കവണ്ണം മോശ ചുമതലപ്പെടുത്തുന്നുണ്ട്. മോശ അതെല്ലാം ഇസ്രായേൽ ജനത്തിന് പകർന്നു കൊടുക്കുന്നു. എങ്കിൽ തന്നെയും തുടർന്നുള്ളതായ അവരുടെ കനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ യഹോവയായ ദൈവം ഇസ്രായേൽ ജനം അനുഷ്ഠിക്കേണ്ടതായ ബലികർമ്മങ്ങളെക്കുറിച്ച്, യാഗങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും അതിനുള്ളതായ ക്രമീകരണം എപ്രകാരമാണ് എന്ന് അവരെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം യഹോവയായ ദൈവം കൽപ്പന കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നാം വേദപുസ്തകം പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തുടർന്ന് നാം വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ദാവീദ് യഹോവയായ ദൈവത്തിന് ഒരു ആലയം പണിയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനാണ്. എന്നാൽ ദാവീദ് രാജാവിന്, പ്രവാചകനും രാജാവുമായ ദാവീദിന് അത് സാധിക്കാതെ വരുമ്പോൾ ദാവീദിന്റെ പുത്രനായ ശലോമോൻ അവന് യഹോവയായ ദൈവത്തിന് ആലയം പണിയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ശലോമോൻ ആലയം പണിത് അതിലേക്ക് പ്രവേശിക്കുമ്പോൾ യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നാം പലപ്പോഴും വായിച്ചോ മനസ്സിലാക്കുന്നു. ഈ ദേവാലയത്തെ ഓർത്തോ, ഈ ദേവാലയത്തെ നോക്കിയോ, ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നോ പ്രാർത്ഥിക്കുന്ന ഏവന്റെയും പ്രാർത്ഥന
യഹോവയായ ദൈവമേ കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യഹോവയായ ദൈവം ആ പ്രാർത്ഥന കേട്ട് ഓരോരുത്തർക്കും ഉത്തരം അരുളാമെന്ന് കൽപ്പിക്കുന്ന യഹോവയെ നാം കാണുന്നു. തുടർന്ന് വേദപുസ്തകം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ എല്ലാം ബലിയർപ്പണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ പരിശുദ്ധ ശുശ്രൂഷയുടെ കാലത്ത് യേശുക്രിസ്തു തന്റെ പ്രിയ ശിഷ്യന്മാരോട് പീലിപ്പോസിനെ കൈസരിയിൽ വെച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? യേശുക്രിസ്തു ആദ്യം ചോദിക്കുന്നത് ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നെന്നാണ്. അതിനെ ശിഷ്യന്മാര് പല വിധത്തിലുള്ളതായ ഉത്തരങ്ങൾ നൽകുന്നു. നീ പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണെന്നും ജനം പറയുന്നു, നീ യോഹന്നാൻ സ്നാപകനാണെന്നും ജനം പറയുന്നു എന്ന് തുടങ്ങി അനേക ഉത്തരങ്ങൾ അവർ പറയുന്നു. എന്നാൽ യേശുക്രിസ്തു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അവിടെയാണ് സ്ലീഹന്മാരിൽ തലവനായ പത്രോസ് സ്ലീഹ യേശുവിനോട് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നുവെന്ന്. ആ പത്രോസ് പറഞ്ഞതായ ആ ഏറ്റുപറഞ്ഞതായ വിശ്വാസത്തിൽ യേശുക്രിസ്തു പറയുന്നു, ഇത് നിനക്ക് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തുന്നത്, പിന്നെയോ സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നു. നീ ഇതുമുതൽ ശമോൻ എന്ന് വിളിക്കപ്പെട്ട നീ ഇന്നു മുതൽ കേഫ എന്ന് വിളിക്കപ്പെടും. ഈ കേഫ എന്ന് വിളിക്കപ്പെടുന്നതായ പത്രോസിനോട് തുടർന്ന് പറയുക, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനോട് ബലപ്പെടുകയില്ല. നീ ഭൂമിയിൽ കെട്ടുനോക്കുകയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. യേശുക്രിസ്തു പത്രോസ് എന്ന പാറമേൽ സ്ഥാപിച്ചതായ ആ സഭയിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ പരിശുദ്ധ പത്രോസ് ശ്ലീഹ സ്ഥാപിച്ചതായ ആ സിംഹാസനത്തിൽ തുടർച്ചയാണ് നാം ഓരോരുത്തരുമെന്ന് മനസ്സിലാക്കുക. നമ്മുടെ വിശ്വാസം യേശുക്രിസ്തു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനായ മിശിഹയാകുന്നുവെന്നതായ ആ പൂർണ്ണമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. ആ പരിശുദ്ധ സഭയിൽ അംഗങ്ങളാകുന്ന നമുക്ക് അഭിമാനിക്കാൻ അവകാശമുണ്ട്. കാരണം യഹോവയായ ദൈവം തന്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തു മുഖാന്തരം ഈ ഭൂമി സ്ഥാപിച്ച സഭയിലാണ് ഞാനും നിങ്ങളും നിലനിൽക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ദൈവം മുമ്പാകെ നന്ദി പറയുവാനും ദൈവത്തെ സ്തോത്രം ചെയ്യുവാനും അതിൽ അഭിമാനിക്കുവാനും അവസരമുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക. നമ്മുടെ സഭയുടേതായ വിശ്വാസം, നമ്മുടെ സഭയുടേതായ പാരമ്പര്യം, നമ്മുടെ സഭയുടേതായ ആരാധനകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ഈ സഭയോട് ചേർന്ന് നിൽക്കുവാൻ സർവശക്തരായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ആദരണീയനായ നടുമുറിയിൽ ഗീവരീസച്ചനെ നമ്മുടെ ഈ തുടർന്നുള്ളതായ പ്രഭാഷണത്തിലേക്ക് വേണ്ടി ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രഭാഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹവും വലിയൊരു അറിവുമായി തീരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു.